പ്രിയപ്പെട്ടവരെ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ആദ്യ എഡിഷനിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന ഈ ശീർഷകത്തിന് കീഴിൽ നടക്കുന്ന സംവാദത്തിന് നമുക്കൊപ്പം ഇരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ PN ഗോപികൃഷ്ണനാണ്. ഈ സെഷൻ്റെ ശീർഷകം ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന ഈ ബൃഹത് ഗ്രന്ഥം. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രാഷ്ട്രീയ ജാഗ്രതയുള്ള ഒരു കവി എന്ന നിലയിൽ നമ്മുടെ ദൈനംദിന അനുഭവങ്ങളെയും ചരിത്രാനുഭവങ്ങളെയും ഏറ്റവും സൂക്ഷ്മമായി സംഗ്രഹിക്കുകയും കവിത എന്ന മാധ്യമം ആവശ്യപ്പെടുന്ന അതിൻ്റെ ഔചിത്യം എന്ന നിലയിൽ ഭാഷയെ, അർത്ഥങ്ങളെ ഏറ്റവും ഗുപ്തമാക്കി വയ്ക്കുകയും ഒപ്പം സൂചനകളിലൂടെ വാക്കുകളിൽ ധ്യാനിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരിടത്ത് നിന്ന് ചരിത്രത്തിൻ്റെ തുറസ്സുകളിലേക്ക്, അതിൻ്റെ ഇടുങ്ങിയ വഴികളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയും ഒരു വലിയ ചരിത്രം നമ്മുടെ മുന്നിൽ ലളിതമായ ഭാഷയിലൂടെ തുറന്നിടുകയുമാണ് ഇപ്പോൾ ഈ പുസ്തകത്തിലൂടെ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ചില അനുഭവങ്ങളിൽ, വ്യക്തിപരമായ അനുഭവങ്ങളിൽ, അനുഭൂതികളിൽ മാത്രം അടയിരിക്കുന്ന കവികളുടെ മുന്നിൽ ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, സമകാലിക ഇന്ത്യയിൽ കവിക്ക് ചില അധിക ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട് എന്നത് സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരുപക്ഷെ ഗോപികൃഷ്ണൻ തൻ്റെ ഈ ചരിത്ര പുസ്തകത്തിലൂടെ എന്ന് ഞാൻ കരുതുന്നു. കൃത്യമായും പറഞ്ഞാൽ 1923 സവർക്കർ എഴുതിയ ദ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ, ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന പുസ്തകം എഴുതിയിട്ട് 100 വർഷമായി. ആ പുസ്തകത്തിലൂടെ ഹിന്ദു മതത്തെ വംശീയമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും ഒരു സ്വത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു സവർക്കറിൻ്റെ പിന്നിലുള്ള, അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ പിന്നിലുള്ള പ്രേരണ. അതുണ്ടാക്കിയ അപകടങ്ങളെയും ദുരന്തങ്ങളെയും 2023 മുഖാമുഖം നിന്ന് നമ്മുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും മുൻനിർത്തി വിശകലനം ചെയ്യുകയാണ് ശ്രീ ഗോപികൃഷ്ണൻ. തീർച്ചയായും ഈ പുസ്തകം ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു വർഷമായെങ്കിലും, 3-4 മാസമായെങ്കിലും 3 എഡിഷൻ കഴിഞ്ഞു. ലോഗോസാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 748 പേജുള്ള ഈ ബൃഹത് ഗ്രന്ഥം നമ്മുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സങ്കീർണതകളെയും, സങ്കീർണമായ അതിൻ്റെ പ്രവർത്തന പദ്ധതികളെയും, അതിൻ്റെ സമകാലിക മുഖത്തെയും സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഞാൻ വിചാരിക്കുന്നത് ഫാസിസത്തിനെതിരായ ഒരു അണിചേരലിന് നമ്മെ പ്രാപ്തമാക്കുകയാണ് ഈ പുസ്തകം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകവും വളരെ വേഗത്തിൽ കേരളത്തിൽ അതിൻ്റെ 3ാം എഡിഷനിലെത്തുകയും കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. അത്തരം ചർച്ചകൾ, അതിൻ്റെ സർഗാത്മകമായ രാഷ്ട്രീയമായ പലതരം ഡിസ്കഷനുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നു. അതിൻ്റെ തുടർച്ചകളിൽ ഒന്നാണ് വടകരയിലെ ഈ ഇരിപ്പ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ പുസ്തകം, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും സമകാലിക ഇന്ത്യ അനുഭവിക്കുന്ന ദൈനംദിനമായ രാഷ്ട്രീയത്തെ മുൻനിർത്തിയും സംസാരിക്കാൻ വേണ്ടി ആദ്യത്തെ 15 മിനിറ്റ് ഗോപികൃഷ്ണൻ അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു സംവാദം എന്ന നിലയിൽ ഈ സെഷൻ തുടരുന്നതായിരിക്കും. അതിൻ്റെ അവസാനം ഓഡിയൻസിന് ഉള്ള അവസരം എന്ന നിലയിൽ എല്ലാ ആളുകൾക്കും ഇടപെടാനുള്ള ഒരവസരവും കൂടി ഈ സംവാദത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട്, ഇതിൻ്റെ ആമുഖം എന്ന നിലയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് കവിയെ, എഴുത്തുകാരനെ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുന്നു. നന്ദി ജോബീഷ്. പ്രധാനമായും ഈ പുസ്തകം രചിക്കപ്പെട്ടത്
ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരു ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിലാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ പൊതുവെ അതിനെതിരെ ഉള്ളൊരു വലിയ റെസിസ്റ്റൻസ് പല രീതിയിൽ നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഫാസിസത്തെക്കുറിച്ച്, ഇന്ത്യൻ ഫാസിസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച ആഴമേറിയ വിശകലനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഫാസിസം എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഹിറ്റ്ലർ, മുസോളിനി ആ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ജർമ്മനിയുടെയും ഇറ്റലിയുടെയും കഥ പറഞ്ഞു കൊടുക്കും. കുറച്ചുകൂടി ലോകചരിത്രം പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ സലാസറോ അല്ലെങ്കിൽ ഫ്രാങ്കോയുടെയോ പേര് കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ പിനോഷ പോലെയുള്ള ആളുകളുടെ പേര് കൂട്ടിച്ചേർക്കും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹിറ്റ്ലറുടെ ഫാസിസവും മുസോളിനിയുടെ ഫാസിസവും ഒക്കെ വെറും 10-15 കൊല്ലം മാത്രം നിലനിന്നിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അത്രേ നിന്നിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, അത് പരാജയപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയിലല്ല, മറിച്ച് രണ്ടാം ലോകയുദ്ധം എന്ന് പറയുന്ന സംഗതിയിലാണ്. രണ്ടാം ലോകയുദ്ധത്തിലാണ്, അതിനോടനുബന്ധിച്ചാണ് മുസോളിനി കൊല്ലപ്പെടുന്നതും അതുപോലെ തന്നെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നതും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസിസം എന്ന് പറയുന്ന എല്ലാം തന്നെ, എല്ലാ മാതൃകകളും ഈ ഇന്ത്യൻ ഫാസിസത്തേക്കാൾ വളരെ കുറച്ച് സമയം മാത്രം നിലനിന്നതും, മറിച്ച് യുദ്ധം പോലെയുള്ള വളരെ പെക്യുലിയർ ആയിട്ടുള്ള, വളരെ സവിശേഷമായിട്ടുള്ള സംഗതികളാൽ തുടച്ചു നീക്കപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഫാസിസം, ഇവിടെ ജോബിഷ് സൂചിപ്പിക്കുകയുണ്ടായി, ഒരുപക്ഷെ 1923 ഇന്ത്യൻ ഫാസിസത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ VD സവർക്കർ എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 വർഷം ആയി. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ ഹിന്ദു ഫാസിസ്റ്റ് സംഘടന രൂപം കൊള്ളുന്നത്. അത് 1925 എന്ന് പറഞ്ഞാൽ അതിനും ഇപ്പോൾ 2 വർഷം കഴിയുമ്പോൾ 100 വർഷമാവുകയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു ഫാസിസ്റ്റ് മാതൃകയും ഇങ്ങനെ 100 വർഷം നീണ്ടു നിന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊന്നും ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽ പരാജയപ്പെട്ടല്ല. യുദ്ധത്തിലാണ് ഹിറ്റ്ലറും മുസോളിനിയും പോയത്, തുടച്ചു നീക്കപ്പെട്ടത്. നമുക്ക് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇവരെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആശയവും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ അനുഭവവും മുന്നോട്ട് പോകുവാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു മാതൃകയാണ്. നമ്മളാണ് ലോകത്തിന് മുന്നിൽ വെക്കേണ്ടത്. ഈ ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫാസിസത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ ഫാസിസത്തിൻ്റെതായുള്ള പാഠങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വിലപ്പെട്ടതാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടേതായിട്ടുള്ള പലതരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള പ്രതിരോധങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ആ ഒരു അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലെ ഒരു രചനയ്ക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചോദനം എന്ന് പറയാം. അങ്ങനെ ഒരു സംഗതിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ ആകർഷിച്ച പ്രധാനപ്പെട്ട ഒന്ന്, ഈ ഗാന്ധിയെ കൊന്ന നാഥുറാം ഗോഡ്സെ ഷിംല കോടതിയിൽ, എന്ന് പറഞ്ഞാൽ നാഥുറാം ഗോഡ്സെ ആദ്യം സാധാരണ കോടതിയിൽ, ഒരു സ്പെഷ്യൽ കോർട്ടാണ് നാഥുറാം ഗോഡ്സെക്ക് വധശിക്ഷ വിധിച്ചത്. ഡൽഹിയിൽ റെഡ് ഫോർട്ടിൽ കൂടിയൊരു സ്പെഷ്യൽ കോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ അപ്പീൽ പോകുന്നുണ്ട്. അപ്പീൽ പോകുന്ന നാഥുറാം ഗോഡ്സെ അപ്പീൽ പോകുന്നത് ഞാനല്ല ഗാന്ധിയെ കൊന്നത്, എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ടല്ല, മറിച്ച് ഞാൻ മാത്രമാണ് ഗാന്ധിയെ കൊന്നത്, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ പുറകിൽ മറ്റാരും ഇല്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പീൽ പോകുന്നത്. ഈ അപ്പീൽ കോർട്ടിൽ, ഷിംലയുടെ അപ്പീൽ കോർട്ടിൽ ഒരു വലിയ പ്രസ്താവന നാഥുറാം ഗോഡ്സെ നടത്തുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു എന്ന് പറയുന്നത്. ആ പ്രസ്താവനയാണ് ഒരുപക്ഷെ ഈ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ രാഷ്ട്രീയ മുഖം എന്താണെന്ന് വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തർഗതങ്ങൾ വെളിപ്പെടുത്തുന്നത്. ആ പ്രസ്താവന സവർക്കർ എഴുതി കൊടുത്തതാണെന്നൊക്കെയുള്ള പലതരത്തിലുള്ള വാദങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോണ്ട.
പക്ഷെ ആ പ്രസ്താവനയ്ക്കുള്ളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗോഡ്സെ പറയുന്നു, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ലോകത്തെ പല ഇസങ്ങളിൽ കൂടിയും കടന്നു പോയിട്ടുണ്ട്, പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച 2 പേർ, ഒന്ന് ഗാന്ധിയും ഒന്ന് സവർക്കറുമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ ഉള്ളിൽ അതിനെ ചുരുക്കി എടുത്തു കഴിഞ്ഞാൽ ആ ആശയം, ആ രാഷ്ട്രീയ ആശയം എന്ന് പറയുന്നത് ഗോഡ്സെയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി വേഴ്സസ് സവർക്കർ എന്ന് പറയുന്നതാണ്. ഗാന്ധിയും സവർക്കറും തമ്മിലുള്ള സംഘർഷമാണ് ഇന്ത്യയുടെ സ്വഭാവത്തെ നിർണയിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ ഈ ഞാൻ പിന്തുടർന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സവർക്കറാണ്, ഒന്ന് ഗാന്ധിയാണ്. ഈ 2 പേർക്കും ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രചനയ്ക്ക് പ്രേരിപ്പിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മറവികളും ഉദാസീനതകളുമാണ് ഹിന്ദുത്വത്തിന് വളരാൻ വഴിയൊരുക്കിയതെന്ന് വിശ്വസിക്കുന്ന വിശ്വാസമാണെന്ന് പറയട്ടെ. ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വളർച്ചയുടെ ഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെയോ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ കാര്യം നമ്മൾ പറയും, ഇപ്പോൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. നവോത്ഥാനത്തിൽ നമ്മൾ നേരിട്ടത് യാഥാസ്ഥിതികതയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ കൺസർവേറ്റിസം എന്ന് വിളിക്കുന്ന ഒരു സംഗതിയാണ്. ഈ യാഥാസ്ഥിതികത തീർച്ചയായിട്ടും പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ഒന്നാണ്. അത് ചരിത്രത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത ഒന്നാണ്. എങ്കിൽ പോലും അത് ചരിത്രപരമായിട്ട് പരിശോധിച്ചാൽ അത് പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ വിത്തിൻ കോട്സ് ഒരു നിഷ്കളങ്കത പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പ്രിവിലേജ് ഉള്ള വ്യക്തി ഒരു പ്രത്യേക ജാതിയിൽ പിറന്നു, ഒരു ഉന്നത ജാതിയിൽ പിറന്ന മനുഷ്യൻ ആദ്യം തൊട്ട് അവസാനം വരെ എന്ന് പറഞ്ഞാൽ അയാൾ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തൊട്ട് അയാൾ ഈ പ്രിവിലേജ് മറ്റുള്ളവർ തന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തൻ്റെ അവസ്ഥയെ വിമർശനാത്മകമായിട്ടൊന്നും സമീപിക്കുന്നില്ല എന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ എവിടെ ചെല്ലുമ്പോഴും ഇദ്ദേഹത്തിന് പ്രിവിലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇയാൾ വിചാരിക്കും ഞാൻ എങ്ങനെ പ്രിവിലേജിന് ബാധ്യസ്ഥനായ ഒരാളാണെന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ കൺസർവേറ്റിസം അല്ലെങ്കിൽ യാഥാസ്ഥിതികത്വം പലപ്പോഴും അതൊരു ശീലമായിരിക്കും. അപ്പോൾ ഈ ശീലത്തെയാണ് ഒരുപക്ഷെ ഈ പറയുന്ന നവോത്ഥാനത്തിൽ നമ്മൾ നേരിടാൻ ശ്രമിച്ചത്. ഒരു ശീലത്തിൽ നിന്ന് ഒരു ജനതയെ മാറ്റിക്കുക എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രക്രിയയായിരുന്നു അത്. പക്ഷെ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാഥാസ്ഥിതികതയല്ല നമുക്ക് നേരിടേണ്ടത്, നമുക്ക് ഫാസിസത്തെയാണ് നേരിടേണ്ടത്. ഈ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു ചിന്താഗതിയെ അപേക്ഷിച്ച് അങ്ങേയറ്റം അക്രാമകവും അങ്ങേയറ്റം വയലൻസ് നിറഞ്ഞതും വേറൊരു തരത്തിൽ രാഷ്ട്രീയം നിറഞ്ഞതുമാണ് ഈ ഫാസിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നവോത്ഥാന കാലഘട്ടത്തിലൊക്കെ എടുത്തിട്ടുള്ള ജാഗ്രതയേക്കാൾ 10 മടങ്ങ് എത്രയോ മടങ്ങ് ജാഗ്രത എടുക്കേണ്ട കാലമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഗാന്ധിയെയും സവർക്കറെയും ഒരുപോലെ നമ്മൾ ഒരർത്ഥത്തിൽ ഒരാളെ ഒരു ഒഫീഷ്യലായിട്ട് ഔദ്യോഗിക ചരിത്രമാക്കി മാറ്റി മറ്റാളെ മറന്നു കളഞ്ഞു. അങ്ങനെ ഒരാളെ മറവിയിലേക്ക് തള്ളി സവർക്കർ എന്ന് പറയുന്ന പദം ഈ അടുത്ത കാലം വരെ നമ്മൾ ആരും കേട്ടിരുന്നില്ല. ആരാണ് സവർക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 കുട്ടികളുണ്ടെങ്കിൽ ഒരാൾ പോലും ഉത്തരം പറയില്ലാത്ത അവസ്ഥയെന്ന് ഇന്ന് ഇന്ത്യൻ മിഡിൽ ക്ലാസിൻ്റെ ഉള്ളിലെ വലിയ ഒരു സാന്നിധ്യമായിട്ട് അൺസങ് ഹീറോ ആയി, ഇതുവരെ പാടപ്പെടാത്ത ഹീറോ ആയി, ഒരുപക്ഷെ നാളെ ഫാസിസം വീണ്ടും ഭരിക്കുകയാണെങ്കിൽ രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാവുന്ന ഒരു ബിംബമായി വളർന്നുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് നമ്മുടെ ജനാധിപത്യം ഗാന്ധിയൻ പൊളിറ്റിക്സിന്റെ എല്ലാ റെബല്യസ്നെസ്സിനെയും എല്ലാ തരത്തിലുള്ള റാഡിക്കലിസ്റ്റിൻ്റെയും മുന ഒടിക്കുകയും അതിനെ ഒരു തരത്തിലൊരു മിശിഹ രാഷ്ട്രീയമായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ട് അതിനെ മാറ്റുകയും ചെയ്യുന്നു. നമ്മൾ നോക്കുമ്പോൾ 500 നോട്ടിൽ ഗാന്ധി ഉണ്ട്, പ്രതികളെ കൊണ്ടിടിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ ചുമരിൽ ഗാന്ധി ഉണ്ട്, എല്ലാ നഗരങ്ങളിലും മഹാത്മാഗാന്ധി റോഡ് ഉണ്ട്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള കെട്ടിടങ്ങളുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഗാന്ധി എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ ഒരുതരം വിശുദ്ധനായിട്ട് വളർന്ന ആളാണ് മഹാത്മാ. ജനിച്ചു വീണ അന്ന് മുതൽ മഹാത്മാവായി വളർന്ന ഒരു ചരിത്രമാണെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചില്ലിട്ട് വെച്ചു. നമുക്ക് തൊടാത്ത ഒരു സ്ഥലത്ത്, വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവച്ചു. അപ്പോൾ ഈ ഗോഡ്സെ പറയുന്ന ഈ സവർക്കർ വേഴ്സസ് ഗാന്ധി എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ
എത്രമാത്രം ആഴത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അത് പഠിക്കുകയും അതിൻ്റെ പാഠങ്ങൾ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു ഘട്ടമാണ് നമ്മളെന്ന് മനസ്സിലാവും. അതാണ് ഈ പുസ്തകത്തിലേക്ക് വരാനൊരു കാരണം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു സവർക്കർ നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ എത്രമാത്രം വന്നു എന്ന് നമുക്കറിയില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെയിൽ പോയിരുന്നു. ബോംബെയിൽ പോയപ്പോൾ ഈ മറാത്ത നാടകവേദി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ നാടകവേദിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിടെ 10ഓ 13ഓ തിയേറ്ററുകളിൽ ദിവസവും നാടകം കളിച്ചുകൊണ്ടിരിക്കും. ആളുകൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറുകയാണ്. തിയേറ്റർ അത്രയും സജീവമാണ് ഈ ബോംബെയിലെ മറാഠ നാടകവേദി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഇപ്പം എൻ്റെയൊക്കെ ഒരു കൗമാര യൗവന കാലത്തൊക്കെ ഈ ബോംബെ നാടകവേദി എന്ന് വരുന്ന നാടകങ്ങൾ വളരെ ആകർഷിച്ചിരുന്നു. ഇപ്പോൾ വിജയ് ടെണ്ടുൽക്കർ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നാടകപ്രേമികൾക്കൊക്കെ അറിയാം. ഇപ്പോൾ ഖാസിറാം കൊത്വാൾ എന്ന് പറയുന്ന നാടകം, സഖറാം ബൈൻഡർ എന്ന് പറയുന്ന നാടകം, അല്ലെങ്കിൽ ശാന്തത കോർട്ട് ചാലുവാഹി എന്ന് പറയുന്ന നാടകം, ഇതൊക്കെ നമ്മളുടെ ഒരു ജീവിതത്തെ വളരെ സ്വാധീനിച്ചിട്ടുള്ള നാടകങ്ങളാണ്. കേരളത്തിലെ വരെ ഒരുപാട് കളിച്ചിട്ടുള്ള നാടകങ്ങളാണ്. അപ്പൊ ഇത്തരം നാടകങ്ങളാണ്, അല്ലെങ്കിൽ മോഹൻ രാകേഷിന്റെ പോലെ ആഷാഡ് കെ ഏക് ദിൻ പോലെയുള്ള നാടകങ്ങളാണ് ബോംബെ നാടകവേദിയിൽ നിന്ന് മറാത്ത നാടകവേദിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ധാരണ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഇത്തവണ പോയപ്പോൾ അന്വേഷിച്ചു എന്തൊക്കെ നാടകങ്ങളാണ് ഇപ്പൊ കളിക്കുന്നതെന്ന്. അപ്പൊ ഈ ജനുവരിയിൽ പുതുവർഷത്തിന് 13 സവർക്കർ നാടകങ്ങളാണ് വരുന്നത്. 13 നാടകങ്ങൾ, സവർക്കറെ കേന്ദ്രീകരിച്ചിട്ടുള്ള 13 നാടകങ്ങൾ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ലണ്ടനിൽ ഒരു ഇംഗ്ലീഷിലൊരു നാടകം അരങ്ങേറുകയുണ്ടായി. അനുപമ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരി എഴുതിയിട്ട് അവിടെ വലിയ തരത്തിൽ കളിച്ച നാടകമാണ് ആ ഫാദർ ആൻഡ് ദ അസാസിൻ എന്നാണ് എൻ്റെ പേര്. അതിലെ നായകൻ ഒരു അർത്ഥത്തിൽ ഗോഡ്സെയാണ്. നാഥറാം ഗോഡ്സെ എന്ന് പറയുന്ന നാടകം കോളിളൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടിരുന്നു. അന്ന് ഫാസിസത്തിന് ഇത്ര ശക്തിയില്ലാത്തത് കൊണ്ട് അവർക്കത് പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ അത് വീണ്ടും ഗുജറാത്തിൽ, ആദ്യം മോഡിയുടെ ഗുജറാത്തിൽ തന്നെ കുറേയധികം സ്റ്റേജുകളിൽ കളിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്ന, അല്ല ഇന്ത്യയിലെ ബഹുസ്വരമായിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്ന എല്ലാത്തിലേക്കും സവർക്കറിസം ഇങ്ങനെ കയറി വരികയാണ്. സവർക്കറിസം നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ ഒരു വലിയ ഫാസിസ്റ്റ് ഐഡിയോളജി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സവർക്കർ എന്ന് പറയുന്ന ഈ അൺസങ് ഹീറോ എന്ന് അവർ അവകാശപ്പെടുന്ന, എന്നാൽ നമ്മൾ പലപ്പോഴും അറിയാതെ പോയ ഈ മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം വന്നു വീഴുന്നു, പെട്ടെന്ന് സംസ്കാരത്തിൽ വലുതായിട്ട് വികസിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ സവർക്കറിസം എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം മോഡി കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം ഹിറ്റ്ലറുടെ ഒരു പ്രത്യയശാസ്ത്രത്തെ നാസിസം എന്ന് വിളിക്കാമെങ്കിൽ, മുസോളിനിയുടെ പ്രത്യയശാസ്ത്രത്തെ ഫാസിസം എന്ന് വിളിക്കാമെങ്കിൽ, മോഡിയുടെ പ്രത്യയശാസ്ത്രം പൂർണ്ണമായിട്ടും സവർക്കറിസമാണ് എന്ന് നമുക്ക് വിളിക്കാം. കാരണം സവർക്കർ പറഞ്ഞ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പൗരത്വ നിയമം വരുന്നു. പൗരത്വ നിയമം വരുമ്പോൾ നമ്മൾ പറയും ഈ ഭരണഘടന അമെൻഡ് ചെയ്യാണ്, ഭരണഘടന മാറ്റി എഴുതാണ്. പക്ഷെ പൗരത്വ നിയമം നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, സവർക്കറുടെ ഒരു ഇന്ത്യയുടെ പൗരത്വത്തെ പറ്റിയുള്ള ഒരു സങ്കല്പന ഉണ്ട്. അതായത് ഇന്ത്യ ഒരേ സമയം പുണ്യഭൂമിയും പിതൃഭൂമിയുമായ ആളുകൾക്ക് മാത്രമേ പൗരത്വം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ കേസ് നമുക്ക് മനസ്സിലാക്കാം, പിതൃഭൂമിയാണ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പ്രപിതാമഹന്മാരൊക്കെ ഇന്ത്യയിൽ തന്നെ ജനിച്ചവരായിരിക്കും. രണ്ടാമത്തെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ത്യ പുണ്യഭൂമിയായവർക്ക് പൗരത്വം കൊടുക്കൂ എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മുസ്ലിം ഇന്ത്യയിൽ വളരെ തലമുറകൾ കഴിഞ്ഞാലും അയാളുടെ മകളെ വിളിച്ച് ചോദിക്കുകയാണ്, ഏതാ നിങ്ങളുടെ പുണ്യഭൂമി? അപ്പോൾ അവർ ഉത്തരം പറയാണ് മെക്കയാണ് അല്ലെങ്കിൽ മദീനയാണ്, പൗരത്വം ഇല്ല. ഒരു ക്രിസ്ത്യാനിയെ വിളിച്ച് ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ പുണ്യഭൂമി? അപ്പോൾ ഒരാൾ പറയാണ് അത് വത്തിക്കാനാണെന്നോ അല്ലെങ്കിൽ യെരുശലേം ആണെന്നോ ഒക്കെ പറയുകയാണെങ്കിൽ പൗരത്വം ഇല്ല. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് മോഡിയുടെ പൗരത്വ നിയമം വരുന്നത്. മോഡിയുടെ പൗരത്വ നിയമത്തിൻ്റെ ആദ്യത്തെ അമെൻമെൻറ്റ് വരുന്നത്. കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, സവർക്കറിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഈ പറയുന്ന ഏക സിവിൽ കോഡ് വരുന്നു. എന്താണ് ഏക സിവിൽ കോഡ് എന്ന് അറിയാൻ സവർക്കറുടെ ഹിന്ദുത്വം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ സവർക്കറിസമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഇന്ത്യൻ ഫാസിസത്തിന് വിളിക്കേണ്ട പേര്. അപ്പോൾ ആ സവർക്കറിസത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ
അതിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സവർക്കറിസത്തിന് ഏറ്റവും എതിര് നിന്ന ആൾ ഒരർത്ഥത്തിൽ ആ സമയത്ത് ഗാന്ധിയാണ്. തുടർച്ചയായിട്ട് ഈ സവർക്കറിസത്തിനെ ഇന്ത്യയിൽ പരാജയപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആൾ ഗാന്ധിയാണ്. അതുകൊണ്ടാണ് അവർ ഗാന്ധിനെ നീക്കം ചെയ്യുന്നതും അവർ തുടച്ച് നീക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി തന്നെ ശാരീരികമായി തന്നെ ഇല്ലായ്മ ചെയ്യുന്നത്. അപ്പം ഈ കഥ നമ്മൾ ഇനിയും നമ്മുടെ കുട്ടികൾക്കോ നമ്മൾ തന്നെ പഠിക്കുകയോ കുട്ടികൾക്കോ പഠിപ്പിക്കാതിരുന്നാൽ ആ വലിയ ശൂന്യതയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാഥാസ്ഥിതികത്വം അല്ല കയറി കൂടുക, ഫാസിസാണ്. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തീർച്ചയായും നമ്മുടെ ഭരണകൂടം എങ്ങനെയാണ് ഒരു സവർക്കറിസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും അതിങ്ങേയറ്റത്തെ പൗരത്വ ബില്ലിലൂടെ എങ്ങനെയാണ് അത് സവർക്കർ ഭാവന ചെയ്ത ഒരു രാഷ്ട്രത്തെ സങ്കല്പിച്ചെടുക്കുന്നത് എന്നുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ബോംബെയിലെ ആ നാടകവേദിയിൽ 13ഓളം നാടകങ്ങൾ ഒരു ഫിക്ഷനെ ആശ്രയിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക ദേശീയതയെ നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ മുൻനിർത്തി ഒരു സാംസ്കാരിക ദേശീയതയും നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് സൂക്ഷ്മമായി തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം ചേർത്ത് വെച്ച് ചോദിക്കാനുള്ള, ആ ഫിക്ഷനെ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, ചരിത്രം എന്നുള്ളത് ഒരു വേറൊരു വ്യവഹാരവും സാഹിത്യം എന്നത് മറ്റൊരു വ്യവഹാരമാണ്. പലപ്പോഴും നമ്മൾ സാഹിത്യമെന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ കഥ എന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ ചരിത്രമായി സങ്കല്പിക്കുന്ന ഒരു പുതിയ ചരിത്ര കൗൺസിൽ പോലും ആ നിലയിൽ, അതായത് കഥകളെയൊക്കെ ചരിത്രമാക്കി അല്ലെങ്കിൽ ഭൂതകാലത്തിൻ്റെ ഭാവനകളെയൊക്കെ ചരിത്രമാണ് എന്ന നിലയിൽ സങ്കല്പിച്ചെടുക്കുമ്പോഴാണ് ചരിത്രത്തെ കഥ എന്ന നിലയിൽ ഒരു ശീർഷകം വരുന്നത്. അത് എന്തുകൊണ്ടാണ്? അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്നാണ്. അതായത് കൃത്യമായും ചരിത്രത്തിൻ്റെ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന ഒരു ബൃഹത് ഗ്രന്ഥത്തിന് കഥ എന്ന ശീർഷകം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഒരു ചെറിയ തെറ്റിദ്ധാരണയാണെന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ ഈ വിഷയങ്ങളെ പലതായി തരംതിരിച്ചതുകൊണ്ട് ചരിത്രം എന്ന് പറയുന്നത് ഏതോ ഒരു പഴങ്കഥകളുടെ ഒരു സമാഹാരം മാത്രമാണ്, പഴയ കാലത്തെ പറ്റിയുള്ള ഒരു പഠനമാണെന്നുള്ള ധാരണ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് പലപ്പോഴും നമ്മളിൽ ഉറപ്പിച്ചിട്ടുള്ളത്. ചരിത്രം എന്ന് പറഞ്ഞാൽ അതല്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ നിശ്ചയിക്കുന്ന ഘടകമാണ്. ഇപ്പോൾ അയ്യപ്പ പണിക്കർ കവിതയിൽ തന്നെ പറയും, കവിത തന്നെ ഉദാഹരണമായിട്ട് എടുക്കാൻ എത്ര അഗാധ തലങ്ങളിൽ നിന്ന് വരുന്നു നമ്മുടെ പുഞ്ചിരി പോലും എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളെതിരെ വരുന്ന ഒരാളോട് ചിരിച്ചു കഴിഞ്ഞാൽ അത് ഒരു സൗഹൃദത്തിൻ്റെ ചിഹ്നമാണെന്ന് അയാൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അയാളെ നോക്കാതെ മറുവശത്തേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ശത്രുതയുടെ ചിഹ്നമാണെന്ന് എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്? നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോലെയോ ചുണ്ടുകൾ ഇങ്ങനെ വിടർത്തി പിടിച്ചാൽ അത് സൗഹൃദമാണെന്ന് കുട്ടികളെ പഠിപ്പിച്ചിട്ടല്ല. അത് ഒരു വലിയ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രാക്ടീസിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ മുകളിലാണ് നമ്മളൊക്കെ വസിക്കുന്നത്. നമ്മുടെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ, നമ്മളുടെ ഈ പറയുന്ന മുന്നോട്ട് നമ്മൾ സ്വപ്നങ്ങൾ നെയ്യുന്നത്, നമ്മൾ ജീവിതത്തെ പറ്റിയുള്ള ധാരണകൾ ആർജിക്കുന്നത്, ഇതൊക്കെ ഒരർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. അത് ഭാഷയുടെ ചരിത്രമാവാം, അല്ലെങ്കിൽ ദേശത്തിൻ്റെ ചരിത്രമാവാം, ഈ ചരിത്രത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ കഥയും ചരിത്രവും എന്ന് പറയുന്നത് വലിയ ബന്ധമുള്ള സംഗതിയാണ്. ഞാൻ എൻ്റെ ഒരു വായനയുടെ രീതി വെച്ചിട്ട് ഈ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, അത് നോൺ ഫിക്ഷൻ, ഫിക്ഷൻ എന്നുള്ളതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ ചരിത്രം തുടിച്ചു നിൽക്കുന്നതാണ്. ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ ചരിത്ര വസ്തുതയല്ല, അല്ലെങ്കിൽ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയ സംഗതിയല്ല. ഇപ്പോൾ ഡോസ്റ്റോയേവ്സ്കി വായിക്കുന്നു, കാരമസോവ് സഹോദരന്മാർ വായിക്കുന്നു. കാരമസോവ് സഹോദരന്മാരിലെ മൂത്ത സഹോദരൻ ഈ അച്ഛനെ തലക്കടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അച്ഛനെ തലക്കടിച്ച് ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നഗരമാണത്. ചുറ്റും വിളക്കുകളാണ്, എങ്ങോട്ട് പോകാനും പാതകളുണ്ട്. പക്ഷെ ഇയാൾ അവിടെ ചെന്നിട്ട് വെളിച്ചം കുറെ കൂടി വെളിച്ചം എന്ന് പറയുന്നുണ്ട്. കാരണം അയാളുടെ ഉള്ളിൽ ഇരുട്ടാണ്, പുറത്ത് ഇരുട്ട് അയാൾക്ക് തോന്നുന്നു. ഇതൊരു ഹിസ്റ്റോറിക് മൊമെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ചരിത്രം മുഴുവൻ കാരമസോവ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ റഷ്യയെ ഒരാളായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ റഷ്യയുടെ ഉള്ളിലെ മുഴുവൻ സംഘർഷങ്ങളും, ആ വ്യക്തിത്വത്തിനുള്ളിലെ മുഴുവൻ സംഘർഷങ്ങളും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ നമുക്ക് കിട്ടും.
വലിയ കൃതികൾ മുഴുവൻ അങ്ങനെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മാർക്കേസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മാജിക്കൽ റിയലിസം ഒക്കെയാണെന്നാണ് പറയുക. പക്ഷേ ഇപ്പം ഏകാന്തതയുടെ 100 വർഷങ്ങൾ വായിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ കഥ എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കയിൽ ഈ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി കയറി അവിടെ കൊളോണിയലിസം ഉണ്ടാക്കിയിട്ടുള്ള എങ്ങനെയാണ് അവരുടെ ചരിത്രത്തെ നശിപ്പിച്ചത്, അവരുടെ ഭാഷയെ നശിപ്പിച്ചത്, അവരുടെ ഭാവനയെ നശിപ്പിച്ചത്, അവരെല്ലാ തരത്തിൽ നിസ്തേജരാക്കിയത്, അതിനെതിരെയുള്ള വലിയൊരു കലാപമായിട്ട് നമുക്ക് ആ നോവലിനെ വായിക്കാൻ കഴിയും. അപ്പം എല്ലാം ഹിസ്റ്ററിയുടെ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ചരിത്രസാരം ആണെന്ന് പറയാം. ചരിത്രം വാറ്റിയെടുക്കുന്ന ആ സംഗതിയാണ് നമ്മൾ കഥ എന്ന് വിളിക്കുന്നത്. ആ കഥ കഥാപാത്രങ്ങളിൽ കൂടെ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അത് ചെറുപ്പത്തിൽ നമ്മളെ ചരിത്ര പഠനത്തിനോട് ഉള്ള എതിർപ്പ് കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ ചരിത്രം എന്നാണ്. കാരണം അത്ര എന്താ പറയുക, മൃതവസ്തുവായിട്ടാണ് നമ്മളത് പഠിപ്പിച്ചിട്ടുള്ളത്. അത് മൃതമല്ല, അത് ജീവിച്ചിരിക്കുന്ന അതാണ്, എൻ്റെ ഉള്ളിലും പുറത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് കഥയാണെന്ന് മനസ്സിലാവും. ചരിത്രസാരം കഥയാണെന്നുള്ള ഒരർത്ഥത്തിലാണ് ഇതിന് ആ പേര് ഇട്ടിട്ടുള്ളത്. കഥ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റുകളിൽ ഒന്ന് സവർക്കറിസം. സവർക്കറെ കുറിച്ച് കൂടുതൽ വായിച്ചു തുടങ്ങിയപ്പോൾ, ഈ പുസ്തകത്തിലൂടെ വായിച്ച് കടന്നുപോയപ്പോൾ, സവർക്കർ വലിയ അല്ലെങ്കിൽ ഒരുപാട് എഴുതിയ, ഏകദേശം വിക്രം സേത്ത് പറഞ്ഞത് 2225 പേജുകൾ സവർക്കർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ സാഹിത്യമുണ്ട്, ഭാഷയുണ്ട്, ചരിത്രമുണ്ട്, അങ്ങനെ പല മേഖലകളിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എന്നെ ആകർഷിച്ച അല്ലെങ്കിൽ ഈ പുസ്തകം തന്ന ഒരു ഉള്ളറിവ് എന്ന് പറയുന്നത് മലബാർ കലാപത്തെക്കുറിച്ച് സവർക്കർ ഒരു നോവൽ എഴുതിയിരുന്നു എന്നുള്ളതാണ്. ആ നോവൽ ഞാൻ ആരെ കരുതിയിരിക്കണം എന്ന ആ നോവൽ അന്ന് ബ്രിട്ടീഷുകാർ നുണപ്രചരണത്തിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ സ്ഥാപിച്ചെടുത്തുകൊണ്ടിരുന്നതും അംബേദ്കറേയും കുമാരനാശാനെയും വരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു ഡിസ്കോഴ്സ് സാധ്യമാക്കിയിരുന്ന ഒരു സന്ദർഭത്തിലാണ് അതിന് പിന്നെയും ഇന്ധനമായി തീരാൻ പാകത്തിൽ സവർക്കർ ഈ നോവൽ എഴുതുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന്, മലബാറിൽ നിന്ന് എത്രയോ വിദൂരമായ ഒരു സ്ഥലത്ത് നിന്ന് ഹിന്ദുത്വത്തെ സ്ഥാപിച്ചെടുക്കാൻ പാകത്തിൽ, അതായത് ഗാന്ധിയെ വില്ലൻ കഥാപാത്രമാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുവരെ അങ്ങനെ, അതായത് സാഹിത്യത്തെ ആ നിലയിൽ അല്ലെങ്കിൽ ഫിക്ഷനെ ആ നിലയിൽ ഉപയോഗിച്ച ഒരു എഴുത്തുകാരനെയും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് സവർക്കറിലെ. ആ മലബാർ കലാപത്തെക്കുറിച്ചുള്ള ആ നോവലിനെ കുറിച്ച് ഗോപികൃഷ്ണൻ സാറിന് കുറച്ചുകൂടി നമ്മളോട് മലബാറിലെ ആളുകൾ എന്ന നിലയിൽ കുറച്ചുകൂടി പറയാനുണ്ടാവും. ഒരു ചെറിയൊരു വിശദീകരണം കൂടി തരാം. സവർക്കർ 10 വർഷത്തിൽ രത്നഗിരിയിൽ തടവിലിരുന്ന 13 വർഷം, 24 തൊട്ട് 37 വരെ, 1924 മുതൽ 1937 വരെ മാത്രം എഴുതിയതാണ് ഈ 2225 പേജുകൾ എന്ന് പറയുന്നത്. സവർക്കർ തൻ്റെ ജീവിതകാലത്തിൽ 15050 പേജ് എഴുതിയതായിട്ട് ഇപ്പം കണക്ക് കൂട്ടുന്നുണ്ട്. അത് ഏതായാലും അതിന് മുകളിലായിരിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രോളിഫിക് റൈറ്ററായിരുന്നു. നോവൽ എഴുതിയിട്ടുണ്ട്, ഈ പറയുന്ന രാഷ്ട്രീയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, കവിത എഴുതിയിട്ടുണ്ട്, നാടകം എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ അന്ന് സവർക്കർ കൈവയ്ക്കാത്ത മേഖലകൾ ഇല്ല എന്ന് പറയാം. ഈ സവർക്കർ എഴുതിയതിൻ്റെ ഭൂരിഭാഗവും മറാത്തിയിലാണ്. അതിലെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഈ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ കാരണം ഒരർത്ഥത്തിൽ ഈ പറയുന്ന തരത്തിൽ വലിയ തരത്തിൽ തർജ്ജമ ചെയ്യപ്പെട്ടാൽ അതിൻ്റെ ഫാസിസ്റ്റ് ഐഡിയോളജി മുഴുവൻ വെളിപ്പെടും എന്നുള്ളത് കൊണ്ട് അത് ഇവരുടെ സ്ഥലങ്ങളിൽ മാത്രം പഠിപ്പിക്കുകയും കുറച്ച് ഭാഗം മാത്രം ഇംഗ്ലീഷിലാക്കുകയും ചെയ്തിട്ടുള്ളൂ. അതായിരുന്നു ഇത് എഴുതാനുള്ളൊരു വലിയ ഒരു തടസ്സം എന്ന് പറയുന്നത്. ഈ സവർക്കറിൻ്റെ ഒറിജിനൽ കിട്ടുക എന്നുള്ളതായിരുന്നു. അത് പോട്ടെ, അതിലേക്ക് പോകുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഉത്തരേന്ത്യയിൽ വലിയ തരത്തിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഒരു പുസ്തകമാണ് ഈ മലായിക്ക ത്യാച്ചെ എന്നുള്ള പേരിൽ ഞാൻ എന്തുകൊണ്ട് കരുതിയിരിക്കണം എന്ന പേരിൽ സവർക്കർ എഴുതിയ നോവലാണത്. അപ്പോൾ നോവൽ എഴുതുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗാന്ധി നിരവധി പുസ്തകങ്ങളിലും സിനിമകളിലൊക്കെ
കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മലയാളത്തിൽ തന്നെ ഗാന്ധി സ്വാധീനിച്ചപ്പോൾ ഇടശ്ശേരിയെ വലുതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്, പി കുഞ്ഞിരാമൻ നായരെ വലുതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്, വള്ളത്തോളിൻ്റെ കവിതയിൽ ഗാന്ധി വരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽ, അല്ലെങ്കിൽ ആറ്റൻബറോവിൻ്റെ സിനിമയിൽ വരുന്നുണ്ട്, മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന് പറയുന്ന ശാമ്പനകളുടെ സിനിമയിൽ വരുന്നുണ്ട്. അങ്ങനെ ഇന്ത്യക്ക് ഉള്ളിലും പുറത്തുമൊക്കെ നിരവധി കലാരൂപങ്ങളിൽ ഗാന്ധി ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഗാന്ധിയെ ആദ്യം ക്യാരക്ടറാക്കിയത് സവർക്കറാണ്. ഈ മലായ്ക്ക ത്യാച്ചെ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് 23 എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വം എഴുതി. 26 ഒക്കെ ആയപ്പോൾ ഈ നോവൽ എഴുതുന്നുണ്ട്. ചെറിയൊരു നോവലാണ്. ഈ നോവലിൻ്റെ പശ്ചാത്തലം മലബാറാണ്. ഈ മലബാറും ഈ പറയുന്ന ഈ മലബാർ കലാപം ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതുപയോഗിച്ചിട്ടാണ് ഉത്തരേന്ത്യയിൽ വലിയ തരത്തിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കി. 2 സംഭവങ്ങളാണ്. ഒന്ന് മലബാർ കലാപവും, ഒന്ന് ആ സമയത്ത് പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള ഒരു വർഗീയ ലഹളയും, കൊഹട്ടിൽ നടന്നിട്ടുള്ള വർഗീയ ലഹളയാണ് ഉത്തരേന്ത്യയിലെ മനുഷ്യരെ എന്ന് പറഞ്ഞാൽ അവർ ഇപ്പം ഹിന്ദു മുസ്ലിങ്ങളൊക്കെ അയൽക്കാരായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിൽ 2 പേരെ ശത്രുക്കളാക്കുന്നതിൽ വലിയ തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ ഞാൻ എന്തുകൊണ്ട് കരുതിയിരിക്കണം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മലബാർ കലാപത്തെക്കുറിച്ച് തന്നെ നമുക്കുള്ള ഒരു വലിയ പ്രശ്നം, ഈ മലബാർ കലാപം കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കുമ്പോൾ 2500-3000 പേര് കൊല്ലപ്പെടുന്നുണ്ട്. ഈ കലാപകാരികളിൽ 2500-3000 ഇടയ്ക്കുള്ള മനുഷ്യർ കൊല്ലപ്പെടുന്നു. 45,000 പേര് അറസ്റ്റിലാവുന്നു. ബാക്കിയുള്ളവർ പലരും അവിടെ വിട്ടുപോകുന്നു. എന്ന് പറഞ്ഞാൽ മലബാർ കലാപം കഴിഞ്ഞിട്ട് ഈ കലാപകാരികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കലാപകാരികളുടെ വശത്ത് നിന്ന് ഒരു സംവാദത്തിൽ ഏർപ്പെടാൻ ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ പകരം ഈ മലബാർ കലാപത്തെക്കുറിച്ചുള്ള ബ്രിട്ടീഷ് ആഖ്യാനങ്ങളാണ് ഇന്ത്യയിൽ മുഴുവൻ എത്തുന്നത്. അതിനൊപ്പം ഈ സവർക്കറെ പോലെയുള്ള ആൾക്കാർ എഴുതിയിട്ടുള്ള ഈ പറയുന്ന ഭാവന മാത്രം നിറഞ്ഞു നുണ നിറഞ്ഞ പുസ്തകം, നിറം പിടിപ്പിച്ച നുണകൾ എന്ന് പണ്ട് യശ്പാൽ ഒരു നോവൽ എഴുതി. അത് ഇതിന് വളരെ കൃത്യമായ പേരാണ്. മുഴുവൻ നുണയാണ്. എന്ന് പറഞ്ഞാൽ ചരിത്രം എന്നുള്ള വ്യാജേന ഈ പറയുന്ന ഹിന്ദു സ്ത്രീകളെ വഴിയിൽ വെച്ച് ബലാത്സംഗം ചെയ്യുക, ഈ മുസ്ലിം ഒരു വൃദ്ധ എന്ന് പറഞ്ഞാൽ കിടക്കപ്പായെന്ന് എണീക്കാൻ പറ്റാത്ത വൃദ്ധ പതുക്കെ പോയി ഈ പന്തം കത്തിച്ച് എല്ലാ ഹിന്ദുക്കളുടെ വീടിനും തീ കൊളുത്തുക, ഇത്തരം വലിയ തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊള്ളക്കൂട്ടം മാത്രമായിട്ട് മലബാറിലെ മാപ്പിളമാരെ ചിത്രീകരിക്കാൻ ആ നോവലിൽ. ഇപ്പുറത്തെ മഹാനന്ദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെ ഗാന്ധിയെ സൃഷ്ടിക്കുകയാണ്. ഈ മഹാനന്ദിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ കാല് കഴുകി കൊടുക്കുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളുടെ ചവിട്ടേറ്റ് ജീവിക്കുന്ന ഹിന്ദുവായിട്ടാണ് ഗാന്ധിയെ ഈ ഇതിൽ കാണിക്കുന്നത്. ഗാന്ധി മാത്രമല്ല, മാധവൻ നായരും ആ പുസ്തകത്തിലുണ്ട്. മാധവൻ നായർ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. ഈ മാധവൻ നായരെ ഉപയോഗിച്ച ശേഷം ഒരു പ്രത്യേക ഘട്ടം വരെ രാഷ്ട്രീയമായി ഉപയോഗിച്ച ശേഷം കൊന്നുകളയാണ്, മുസ്ലിങ്ങൾ കൊന്നുകളയാണ്. ഈ നോവൽ വെച്ചിട്ടാണ് ഇതാണ് മലബാറിൽ നടന്നതെന്ന് ഉത്തരേന്ത്യ മുഴുവൻ വ്യാപിക്കുന്നത്, ഉത്തരേന്ത്യയിൽ മുഴുവൻ പ്രചരിച്ച ഒരു നോവലാണിത്. ഇത് വി.ഡി. സവർക്കർ എഴുതിയതാണ്. ഈ സവർക്കർ എഴുതിയ നോവല് മലയാളികൾക്കും ആർക്കും അറിയില്ല. മലയാളത്തിൽ അത് ഇപ്പോഴാണ് ഒരു തർജ്ജമ വന്നിട്ടുള്ളത്. അതുവരെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷെ ഉത്തരേന്ത്യയിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ ഇത് വലുതായിട്ട് ഉപയോഗിച്ചു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഇതേപോലെ തന്നെയാണ് C.P. രാമസ്വാമി അയ്യർ നമ്മൾ പറയും സ്വതന്ത്ര തിരുവിതാംകൂർ ഉണ്ടാക്കി, അപ്പോൾ സമരം ചെയ്തു, പുന്നപ്ര വയലാർ സമരം നടക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഈ C.P. രാമസ്വാമി അയ്യരും V.D. സവർക്കറും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഒരുപക്ഷെ നമുക്ക് ആർക്കും വ്യക്തമല്ല. CPയെ മുഴുവൻ നയിച്ചിരുന്ന ഒരാളെന്ന് പറയുന്നത് സവർക്കറാണ്. സവർക്കർ പിന്നീട് CP ഇവിടെ നിന്ന് വിട്ട് പോയതിന് ശേഷം പൂനെയിൽ ചെന്നിട്ട് ഒരു പ്രത്യേക സമയത്ത് സവർക്കറെ പറ്റി പ്രസംഗിക്കുന്നതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ സവർക്കറെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് അറിയാത്തതുണ്ട്. പക്ഷേ ഈ മലയാളിയുടെ ഒരു ജീവിതത്തിൻ്റെ ഒരേടാണ് ഉത്തരേന്ത്യയിലെ ധ്രുവീകരണത്തിന് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്നത് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഫിക്ഷനിൽ അതൊരു കവിയായ അല്ലെങ്കിൽ എഴുത്തുകാരനായതുകൊണ്ട് കവിയായതുകൊണ്ട്
കുറച്ചുകൂടി ആശങ്കയുണ്ടാക്കുന്നു. അതായത് ഒരുപക്ഷെ ഈ പുസ്തകമൊക്കെ വേറൊരു തരത്തിൽ മനുഷ്യനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ വേറൊരു തരത്തിൽ ഉണർവിലേക്ക് ഹിന്ദുത്വത്തെക്കുറിച്ച് ഒക്കെയുള്ള ചിഹ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ സെഷനിൽ പോലും വളരെ ചിഹ്നങ്ങളെയൊക്കെ വളരെ നിഷ്കളങ്കമായി വിശദീകരിച്ച് പിൻവാങ്ങുന്ന ഒരു സന്ദർഭം കണ്ടപ്പോൾ ആശങ്ക തോന്നിയിരുന്നു. അത് ഇവിടെ മാത്രമല്ല, നമ്മളിപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പോലും കഴിഞ്ഞ ദിവസം ഒരു വിമർശനം ഉണ്ടായിത്തീരുമ്പോൾ, അതായത് ഹിന്ദുത്വയുമായി ബന്ധപ്പെട്ട വിമർശനമുണ്ടാകുമ്പോൾ കല എന്നുള്ളത് വളരെ സ്വതന്ത്രമായ ഒരു ആത്മനിഷ്ഠമായ ഒരു പ്രവൃത്തിയാണ് എന്നും അത് വേറെ തരയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുമുള്ള ഒരു കമൻറ്റ് വളരെ അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പക്ഷത്തു നിന്ന് ഉണ്ടാകുന്നു. അതേസമയം ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, തിലകനെ പോലുള്ള ആളുകൾ ഇന്ത്യയിൽ ഉത്സവങ്ങൾ, ആ ഘട്ടത്തിലെ സിനിമകൾ, ഫാൽക്കെ എടുത്തിട്ടുള്ള സിനിമകൾ മുഴുവനും ഒരു ഹിന്ദുത്വ ദേശീയതയെ ഉൽപ്പാദിപ്പിക്കാൻ പാകത്തിലുള്ളതായിരുന്നു എന്നും ഒപ്പം തന്നെ തെലുങ്ക് ഉൾപ്പെടെയുള്ള അന്നത്തെ നാടകത്തിനെയും സിനിമയെയും ഉത്സവങ്ങളെയും ഗണേശോത്സവങ്ങളെ ഉൾപ്പെടെ നമ്മൾ ഇതിൻ്റെ ഒരു വലിയ രാഷ്ട്രീയം അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു വലിയ ചരിത്രം ഇതിനകത്ത് പറഞ്ഞു പോകുന്നതിനിടയിലാണ് കേരളത്തിൽ നിന്ന് ഇത്തരം നിഷ്കളങ്കമായ സമീപനങ്ങൾ കമൻറ്റുകളിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും വലിയ പണിയെടുക്കുമ്പോൾ വേറൊരു ഭാഗത്തു നിന്ന്, ഒരു കലയുടെ വേറൊരു പക്ഷത്ത് നിന്ന് അത്തരം വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഗോപീകൃഷ്ണൻ എന്താണ് തോന്നാറുള്ളത് എന്നുള്ളത്? ഒരു കാര്യം, ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഒരു ജനതയായി മലയാളികൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ ഏത് ചരിത്രമാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ബോംബെയിൽ ഗണേശോത്സവത്തിൻ്റെ സമയത്ത് ചെന്നിട്ട് ഈ ഗണപതി ബപ്പ മോറിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അതിലൊരാളെ വിളിച്ച് ചോദിക്കുക ഇതെന്ന് തുടങ്ങിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി കിട്ടിയത് ത്രേതായുഗത്തിൽ തുടങ്ങിയതാണ്, ദ്വാപരയുഗത്തിൽ തുടങ്ങിയതാണെന്നൊക്കെയുള്ള മറുപടി ആണ് കിട്ടുക. ഇത് 1893 മറ്റോ തിലക് ഉണ്ടാക്കിയതാണ്. തിലക് ഇങ്ങനെ ഒരു ഉത്സവം ഉണ്ടാക്കുകയാണ്. ഈ ഉത്സവം ഉണ്ടാക്കുമ്പോൾ തിലകൻ്റെ മുന്നിൽ പല പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത്, തിലക് പ്രതിനിധാനം ചെയ്യുന്ന ഈ യാഥാസ്ഥിതിക ബ്രാഹ്മണ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഈ മേൽക്കോയ്മ, അവർക്കുണ്ടായിരുന്ന മേൽക്കോയ്മ, പ്രത്യേകിച്ച് ബോംബെയിൽ പൂനെയിലൊക്കെ ഉണ്ടായിരുന്ന മേൽക്കോയ്മ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവസാനിച്ചു. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് മുകളിലൊരു വർഗം വരുന്നു, വെള്ളക്കാർ എന്ന് പറയുന്ന വർഗം വരുന്നു. ഇവരുടെ രാജ്യഭരണം പോകുന്നു. അങ്ങനെ ഇവർ ആ തരത്തിൽ തളർത്തപ്പെടുന്നു. ഇതിനുള്ളിൽ തന്നെ ഒരു വിഭാഗം, ഗോഖലെ പോലെ, ഗാന്ധി പിൽക്കാലത്ത് പിന്തുടർന്നത് ഗോഖലെയാണ് എന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിന് കൂടി ഉത്തരമാണ്. എന്തുകൊണ്ട് തിലകിനെ പിന്തുടർന്നില്ല, ഗോഖലെ പിന്തുടർന്നു എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ്. ഗോഖലെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ റാനഡെ പോലെയുള്ള ആൾക്കാർ ഇതിനുള്ളിൽ തന്നെ, ഈ ബ്രാഹ്മണർക്കുള്ളിൽ തന്നെ ആ ബ്രാഹ്മണിസത്തിനെ തളർത്താൻ ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇനി ഈ ബ്രാഹ്മണ മേൽക്കോയ്മേൽ ഒന്നുമല്ല നിലനിൽക്കേണ്ടത്, മനുഷ്യരുടെ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വതന്ത്ര വ്യക്തികളുടേതായിട്ടുള്ള ഒരു ആധുനിക സമൂഹത്തിലാണ് നമ്മളുടെ സ്വത്വം സ്ഥാപിക്കേണ്ടത് എന്ന നിലയ്ക്ക് അവർ മുന്നോട്ട് പോകുന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പിളർപ്പുണ്ടായി. ഒരു വിഭാഗം ഈ ബ്രാഹ്മണത്തിനെ നിരാകരിച്ച് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് മഹാത്മാ പൂലെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കീഴാള പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഈ ബ്രാഹ്മണിസത്തിനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ യാഥാസ്ഥിതിക ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ആ സമയത്ത് തളർന്നു പോവാണ്, താഴ്ന്നു പോവാണ്, അത് തകർന്നു പോവാണ്. അപ്പോഴാണ് ഈ പറയുന്ന തരത്തിൽ ഈ കലയും സാഹിത്യമൊക്കെ ഉപയോഗിച്ചിട്ട് സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഒരു മണ്ഡലം തിലക് ഉണ്ടാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജോബിഷ് ചൂണ്ടിക്കാണിച്ച ഈ ഗണേശ് ഉത്സവം എന്ന് പറയുന്നത്. രണ്ടാമത്, ശിവജിയെ ഒരു ദേശീയതയുടെ പ്രതീകമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. ശിവജി ഇപ്പം നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശിവജി മയാണ്. ഇപ്പോൾ ഛത്രപതി ശിവജി ടെർമിനസ് എന്നാണ് പഴയ വിക്ടോറിയ ടെർമിനസിൻ്റെ വീട്ടിൽ സ്റ്റേഷൻ്റെ പേര്. അല്ലെങ്കിൽ അങ്ങനെ എല്ലാം ഛത്രപതി ശിവജിയുടേതായി മാറി. ഇത് എങ്ങനെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിവജിയെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട് തിലക് വായിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പത്രത്തിൽ ഒരു ഇംഗ്ലീഷുകാരൻ എഴുതുന്നു, റായ്ഗറിൽ അയാളെ ശവകുടീരം പൊളിഞ്ഞു കിടക്കുന്നു, ആരും ശ്രദ്ധിക്കുന്നില്ല. എന്താണ് ശിവജി എന്നുള്ള ആൾക്കാരും മറന്നു. അപ്പോൾ ഇംഗ്ലീഷുകാർ എഴുതി വെച്ചു, അവർക്ക് ഒരു ചരിത്രപരതയിൽ കുറച്ച് താല്പര്യം ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷുകാർ എഴുതി വെച്ചു, ഇങ്ങനെ ഒരാളെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ച ആളുടെ ഓർമ്മ തകർന്നു കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതുമെന്നുണ്ടാക്കിയതാണ് ഈ ശിവജി ഉത്സവം എന്ന് പറയുന്ന സംഗതി.
ഇപ്പോൾ ഈ പറയുന്ന ശിവജി എന്ന് പറയുന്ന ഒരു ആശയം ദേശീയതയുടെ, പ്രത്യേകിച്ച് ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്ന ദേശീയതയുടെ, ഇപ്പം സവർക്കറൊക്കെ ചെയ്തത് ഹിന്ദു പത്മശാഹി എന്ന് പറഞ്ഞിട്ട് ശിവജിയാണ് ആദ്യത്തെ ഹിന്ദു സാമ്രാജ്യം സ്ഥാപിച്ചത് എന്ന നിലയ്ക്ക് ഒരു ചരിത്രം ഉണ്ടാക്കി സവർക്കർ. പിന്നീട് ആ ഹിന്ദുരാഷ്ട്ര ദർശൻ എന്ന് പറയുന്ന പുസ്തകം മുഴുവൻ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ അതുണ്ടാക്കുന്നു. ബ്രാഹ്മണ നാടകവേദി ഉണ്ടാക്കുന്നു. കീചകവധം നാടകം കളിക്കുന്നു. കീചകവധം നാടകം നമുക്കറിയാം. KP കാതിൽക്കർ കളിക്കുമ്പോൾ നമുക്കറിയാം കീചകന്റെ കഥയൊക്കെ നമുക്കറിയാം. പാണ്ഡവർ അജ്ഞാതവാസത്തിൽ കഴിയുന്നു. അവിടെ സൈരന്ധ്രി എന്നുള്ള പേരിൽ പാഞ്ചാലി ദാസിയായിട്ട് കഴിയുന്നു. അവിടെ തന്നെ ഭീമനുണ്ട്, അർജുനനുണ്ട്, ഒക്കെ പല പേരിലാണ്. ഈ ദ്രൗപദിയെ കീചകൻ കണ്ടു കൊതിക്കുന്നു. അവളോട് എനിക്ക് നിങ്ങളെ പ്രാപിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഭീമനായിട്ട് കൂടിയാലോചിച്ചിട്ട് ഒരു രാത്രി ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ച് ഭീമൻ കൊല്ലുകയാണ്. ഇതാണല്ലോ കീചകന്റെ കഥ മഹാഭാരതത്തിൽ. പക്ഷെ ഈ കീചകവധം നാടകം തിലക് ആ നാടകം ബ്രാഹ്മണിക് തിയേറ്റർ ഉണ്ടാക്കി അരങ്ങേറുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ കീചകൻ എന്ന് പറയുന്ന കഴ്സം പ്രഭുവാണ്. അന്നത്തെ ബംഗാളൊക്കെ വിഭജിച്ച വൈസ്രോയ് കഴ്സം പ്രഭുവാണ്. ആരാണോ ഭീമൻ അത് തിലക് തന്നെയാണെന്ന് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. യുധിഷ്ഠിരൻ എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും ശങ്കയിൽ പെടുന്ന മനുഷ്യർ ഗോഖലയുടെ പ്രതിരൂപമാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ പുരാണ കഥയെ ഒരു കണ്ടംപററി പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. കണ്ടംപററി രാഷ്ട്രീയത്തിന് വേണ്ടി, സമകാലിക രാഷ്ട്രീയത്തിന് വേണ്ടി ഇങ്ങനെ കൊണ്ടുവരികയാണ്. നമ്മൾ പിൽക്കാലത്ത് ഈ എഡ്വേർഡ് സൈദിനെയൊക്കെ പഠിക്കുമ്പോൾ ഓറിയന്റലിസം എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി പഠിക്കും. എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യർ ഈ പൗരസ്ത്യ നാടുകളെ കുറിച്ചൊരു ഇമേജാണ് ആദ്യം ഉണ്ടാക്കുക, അതിൻ്റെ യാഥാർത്ഥ്യമല്ല. അപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മജീഷ്യരൊക്കെ നിറഞ്ഞിട്ടുള്ള മാന്ത്രിക വിദ്യ അറിയുന്ന മാന്ത്രികരുടെ രാജ്യമാണ്. അല്ലെങ്കിൽ റോപ്പ് ട്രിക്ക്, ഈ കയർ ഉപയോഗിച്ചിട്ടുള്ള മന്ത്രവിദ്യ നടത്തുന്ന പാമ്പാറ്റികളാണ് എന്നൊക്കെയുള്ള ഒരു ചിന്താധാരയാണ് അല്ലെങ്കിൽ ഇമേജാണ് പുറത്തുനിന്ന് ഉള്ള ആൾക്കാർക്ക് ഇന്ത്യയെ പറ്റി ഉണ്ടായിരുന്നത്. ഓറിയന്റലിസം എന്നൊക്കെ നമ്മൾ പറയും. ഇതേപോലെ ഇന്ത്യൻ ഒരു ആഭ്യന്തര ഓറിയന്റലിസം ഉണ്ടാക്കുകയാണ് തിലക് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ഇമേജ്, തിലക് കണ്ടുപിടിച്ച ഒരു ഇമേജ്, അത് ബ്രാഹ്മണിക് ഇമേജാണ്. ആ ഇമേജ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് മേലും വിരിക്കാനുള്ള ഒരു വലിയ ഉപാധിയായിട്ട് കലയെ ഉപയോഗിച്ചു. ഇതാണ് കലയെ ഉപയോഗിച്ചതിൻ്റെ ചരിത്രം. ഇപ്പോഴും നിങ്ങൾ ഈ ഹിന്ദുത്വം എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഹിന്ദുത്വം വർക്ക് ചെയ്യുന്ന BJP എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് കൊണ്ടല്ല, മറിച്ച് അത് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ബാലഗോകുലം തൊട്ട് പലതരം സാംസ്കാരിക രൂപങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ആ സാംസ്കാരിക രൂപങ്ങളിലൊന്നും അവർ പ്രത്യക്ഷ രാഷ്ട്രീയം പറയുന്നുണ്ടോ? ഫാസിസം പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. പക്ഷേ ജനിച്ച കുട്ടീനെ വരെ തൊട്ട് മരിക്കുന്നത് വരെയുള്ള ഒരു കാലയളവ് മുഴുവൻ പ്രവർത്തിക്കാനുള്ള എല്ലാ ഔട്ട്ഫിറ്റുകളും ഉണ്ടാക്കിത്തരും. അതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് പ്രവർത്തിച്ചു പോകാൻ നമ്മൾ ചിന്തിക്കരുത്, തിരിച്ച് ചോദ്യം ചോദിക്കരുതെന്ന് മാത്രം. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സാംസ്കാരിക രാഷ്ട്രീയമാണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുത്വത്തിൻ്റെ ഒരു വലിയ തരത്തിലുള്ള ശക്തി എന്ന് പറയുന്നത്, ആസ്തി എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മളുടെ ഈ സംഭാഷണം കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുകയാണ്. എന്തായാലും കഥ എന്നാണ് ഇതിന് പേരിട്ടെങ്കിലും നമുക്ക് ഈ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെ, കഥയേക്കാൾ വിചിത്രവും അല്ലെ ക്രൂരവുമാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട്. ഒരു 1-2 ചോദ്യം ഓഡിയൻസിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഓൺ ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഹിന്ദുത്വ എന്നിങ്ങനെ നാഴികക്ക് 40 വട്ടം പറയാറുണ്ടെങ്കിലും ഇപ്പോൾ രാമജന്മഭൂമി ക്ഷേത്രം ഈ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ എൻ്റെ ഒരു മുത്തശ്ശി, അതുപോലെ എൻ്റെ ഒരു ബന്ധു, 1-2 ബന്ധുക്കൾ പറയാണ്, അവർ BJP-ക്കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷ ഈ ഹൈന്ദവ വിശ്വാസികളോ അല്ല. അവർ പറയുന്നത് എന്തു തന്നെയായാലും ആ ക്ഷേത്രത്തിൽ സന്ദർശിക്കണം, ഒന്ന് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വികാരം പൊതുവേ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാനാവും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇത്ര മാത്രമേ എനിക്ക് പറയാൻ. അവിടെ യഥാർത്ഥത്തിൽ ഈ ചോദ്യം നമ്മുടെ നേർക്ക് വരുമ്പോൾ നമ്മളുടെ ഒരു പ്രശ്നം, നമ്മുടെ സംശയമാണ് പലപ്പോഴും അതിന് ഉത്തരം പറയാതെ പോകുന്നത്. ഇപ്പോൾ വേറെ എത്രയോ ഇപ്പം രഘുപതി രാഘവ രാജാറാം എന്ന് പറഞ്ഞ് ഗാന്ധി പാടിയിരുന്ന ഒരു ഗാനമുണ്ട്. അതിൽ പതീത പാവന സീതാറാം 3-ാമത്തെ വരി ഓർമ്മയില്ലേ? ഈശ്വര അള്ളാ തേരേ നാം. ഇത് ഈ ഇവർ പറയും, ഹിന്ദുത്വവാദികൾ സാധാരണ പറയും ഗാന്ധിയാണ് ഈ അള്ളയെയും രാമനെയും കൂട്ടിച്ചേർത്തതെന്ന് പറയും. അങ്ങനെയല്ല. അത് നവഖാലിയിൽ സമരം നടക്കുമ്പോൾ ഇങ്ങനെ അവിടെ നടക്കുമ്പോൾ ഒരു ദിവസം മനു എന്ന് പറയുന്ന ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ, ആ ചെറിയ കുട്ടി പാടിയതാണ്. ഒരു ദിവസം പാടിയപ്പോൾ ഗാന്ധി അവിടെ നിന്നു. ഈ പാട്ട് കേട്ടപ്പോൾ അവിടെ നിന്നു. ഒന്നുകൂടി പാടാൻ പറഞ്ഞു. ഈ 3-ാമത്തെ വരി ഈശ്വര അള്ളാ തേരേ നാം എന്ന് പറയുന്ന പാട്ട്, ആ വരിയിൽ ഗാന്ധിക്ക് മനസ്സിലായി നമ്മൾ അന്വേഷിക്കുന്ന ഒരു മരുന്ന് അതിൻ്റെ ഉള്ളിലുണ്ട്. ഗാന്ധി ചോദിച്ചു, ഇത് എവിടെ നിന്ന് നിനക്ക് കിട്ടിയെന്ന്. അപ്പോൾ പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ കേട്ടിട്ടുള്ള പാട്ടാണ്, എപ്പോഴോ കേട്ട്, പക്ഷെ ഞാൻ മറന്നുപോയിരുന്നു. ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇങ്ങനെ ഈ യാത്രയുടെ ഇടയിൽ എനിക്ക് ഓർമ്മ വന്നാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പ്രണാമി വൈഷ്ണവർ എന്ന് പറയുന്ന ഗാന്ധിര കുലം അവരുടെ ജീവിതത്തിൻ്റെ എവിടെയോ വെച്ച് അങ്ങനെ നമ്മൾ ഈ ഇടകലർന്ന് ജീവിച്ച മനുഷ്യരാണ്. നമുക്ക് ചുറ്റും എത്രയോ തരത്തിലുള്ള മനുഷ്യരായിട്ട് ഇടകലർന്ന് ജീവിച്ചാണ്. നമ്മുടെ മതം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തിരിച്ചിടാൻ പറ്റുന്നതല്ല. ഇന്ത്യയിൽ അത് പറ്റില്ല. ഇന്ത്യയിൽ നിങ്ങളൊരു 500 കിലോമീറ്റർ സഞ്ചരിച്ച് നോക്കിയാൽ നിങ്ങളുടെ വേഷം മാറും, ഭാഷ മാറും, ഭക്ഷണം മാറും, ആരാധനാ രീതി മാറും. അങ്ങനെ ഒരു രാജ്യമാണ്. അവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു മതത്തിനും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു പ്രത്യേക സെക്റ്റിനും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ജീവിച്ചുണ്ടാക്കിയ പാട്ടാണ് ഈശ്വര അള്ളാ തേരേ നാം. നമ്മൾ ഇത് എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല? ഇന്ത്യയിൽ ഇങ്ങനൊരു രാമനുണ്ട്, ഈ ഗാന്ധിയുടേതായ ഒരു രാമനുണ്ട്. ആ രാമൻ്റെ പേര് പറഞ്ഞാണ് ഗാന്ധി വെടിയേറ്റ് വീണതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പകരം ഈ സവർക്കർ കൊണ്ടുവന്നിട്ടുള്ള, ഇതും സവർക്കർ കൊണ്ടുവന്നാണ് രാമനേട്ട. സവർക്കറുടെ ഒരു വലിയ പ്രശ്നം ആയിരുന്നത്, ഈ ആര്യൻ ഹിസ്റ്ററി എഴുതുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ വടക്കേ ഇന്ത്യ നിൽക്കുകയാണ് ഇങ്ങനെ, ഈ ഹിന്ദുത്വത്തിന് തെക്കോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പം ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയ ഇപ്പം ശിവജി പറഞ്ഞു, പിന്നെ അങ്ങനെ എല്ലാ ഹിന്ദു പേരുള്ള ആൾക്കാരെയും ഹിന്ദുത്വ രാജ്യം ഉണ്ടാക്കിയ ആൾക്കാരാക്കി നോക്കി. തെക്കോട്ട് കടക്കാൻ പറ്റുന്നില്ല. തെക്ക് വന്ന് ഗസ്നി ഗോറി സോമനാഥ ക്ഷേത്രം തകർത്തു എന്ന് പറഞ്ഞിട്ട് എന്താ വല്ലത് ഏൽക്കുവോ? മുഗളരെ വല്ല കഥ പറഞ്ഞാൽ അത് ഏൽക്കുവോ? ഒന്നും ഏൽക്കില്ല തെക്ക്. അപ്പോൾ സവർക്കർ ഒരു കഥയുണ്ടാക്കി, അന്നാ രാമനെ പിടിച്ച് ചരിത്ര പുരുഷനാക്കുക. കാരണം തെക്കോട്ട് സഞ്ചരിച്ച ആളാണ്. അപ്പം പറഞ്ഞു, ഈ രാമൻ തെക്കോട്ട് പോയി സിലോണിൽ പോയി രാവണനെ കൊന്ന് തിരിച്ചു വന്നു. അപ്പം നമുക്ക് ഈ തിരിച്ചു വരുമ്പോൾ നമ്മളെന്താ വായിക്കുക? സീതയെ വീണ്ടെടുത്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ വായിക്കുക. സവർക്കർ ഇതൊന്നുമല്ല പറയുന്നത്. സവർക്കർ പറഞ്ഞത് ഇതാണ് ഹിന്ദുത്വത്തിൻ്റെ പിറന്നാൾ. കാരണം ഒരാര്യൻ പോയി തെക്കോട്ടിറങ്ങി തിരിച്ചു വരുമ്പോൾ സുഗ്രീവൻ്റെ മൈത്രി, ഹനുമാന്റെ മൈത്രി, വിഭീഷണന്റെ മൈത്രി, അങ്ങനെ ഈ ദ്രാവിഡരുടെ മൈത്രി അവൻ ഉണ്ടാക്കി വരികയാണ്. അതാണ് നടന്നത്. അല്ലാണ്ട് സീതനെ കൊന്നതോ രാവണനെ കൊന്നതോ ഇതൊന്നുമില്ല. അപ്പം തിരിച്ചു ചോദിക്കാൻ ആരുമില്ല. അപ്പം രാവണനെ കൊന്നില്ലേ, അല്ലെങ്കിൽ ബാലിനെ കൊന്നില്ലേ? ഈ മൈത്രി മാത്രമാണ് ഉണ്ടായത്. അവിടെ കൊലപാതകം ഉണ്ടായില്ലേ എന്ന് ചോദിക്കാൻ ആളില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഒരു ചരിത്രമാക്കുന്നത് ഈ രാമനെയാണ് എടുത്തു വയ്ക്കുന്നത്. ഈ രാമനാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലുള്ളത്. അല്ലാതെ നമ്മുടെ ഈ മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള അല്ലെങ്കിൽ ഗാന്ധി നിരന്തരം പറഞ്ഞിരുന്ന രാമരാജ്യത്തിലെ രാമസങ്കല്പം അല്ലാതെ പറയാൻ നമുക്ക് പറ്റണം. അവിടെയാണ് നമ്മളുടെ മതേതരത്വം പരാജയപ്പെടുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വത്തിൻ്റെ ഒരു സാംസ്കാരിക ബോധം വിജയിക്കുന്നതും. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന ശീർഷകത്തിന് കീഴിൽ നടന്ന ഈ സംവാദം അവസാനിക്കുകയാണ്. പക്ഷെ തീർച്ചയായും ഈ സംവാദം തുടരുക തന്നെ വേണം. ഇപ്പോൾ അവസാനമായി അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കഴിഞ്ഞ 10 വർഷത്തെ പഠന ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തിയാണ് ഈ പുസ്തകം. ഇതൊരു കവിക്ക് ചെയ്യാമെങ്കിൽ ഇത് വായിച്ച് ഇതിൻ്റെ പങ്കുവെക്കുന്ന ചരിത്രത്തെ നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരോട് വിനിമയം ചെയ്യുക എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഇന്ത്യ ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പുസ്തകം അവസാനിക്കുന്ന ആ ഭാഗം കൂടി വായിച്ച് ഈ സംവാദം അവസാനിപ്പിക്കാം എന്ന് ഞാൻ കരുതുന്നു. 747 പേജിലെ ഈ പുസ്തകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തെ അപ്രസക്തമാക്കുക എന്നാൽ ഇന്ത്യ എന്ന ആശയത്തെ, അതിൻ്റെ സംവാദ പാരമ്പര്യത്തെ, ബഹുസ്വരമായ അതിൻ്റെ ജീവിതാനുഭവങ്ങളെ കൊല ചെയ്യലാണ് എന്ന് മനസ്സിലാക്കുന്ന ഉണർവിലേക്ക് ഇന്ത്യൻ ജനതയുടെ എത്തിച്ചേരലാണ് ഫാസിസത്തിനുള്ള ചികിത്സ. അത്തരം ഉണർവിലേക്ക് നയിക്കുന്ന കൂടുതൽ സംവാദങ്ങൾ സാധ്യമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.